CPM ബോധപൂർവം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പല പ്രവർത്തികളും ഒരുപാട് ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും വന്നിട്ടും അതിലൊന്നും അല്പം പോലും പഠിക്കാതെ CPM മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഇത് CPMന് എന്ത് തരത്തിലുള്ള ഒരു ബോധമാണ് മനസ്സിൽ കിടക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. ധാർഷ്ട്യമാണോ, അഹങ്കാരമാണോ, അതോ ഒരുതരം ആരെയും അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ഭരണം ഇരിക്കുന്നത് കൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള ഒരു ധാർഷ്ട്യമാണോ, എന്താണെന്നറിയില്ല. CPM ഒരു വല്ലാതെ ഒരു പ്രതിസന്ധിയിലോട്ട് കൂടുതൽ പ്രതിസന്ധിയിലോട്ട് പോകുമ്പോഴും വീണ്ടും പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി അവർ തന്നെ വഴികൾ കണ്ടെത്തുന്ന, ഓരോ ദിവസവും ഓരോ കുരുക്കുണ്ടാക്കുമ്പോഴും അവർ തന്നെ പുതിയ കുരുക്കുകൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇത്രയും ഞാൻ വലിച്ചു നീട്ടി ഒരു ആമുഖം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഭരണം, ഞങ്ങളുടെ പോലീസ് ഞങ്ങൾക്കിഷ്ടം പോലെ ചെയ്യും, ഞങ്ങളുടെ റോഡ് നിങ്ങൾക്കെന്താ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ചില സംഭവങ്ങൾ. തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഒരു പ്രധാന പത്രത്തിൽ നിന്ന് വലിയ തലക്കെട്ടായി വാർത്ത വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വലിയ വിശദമായിട്ടും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതെന്തുകൊണ്ട് CPM ചെയ്യുന്നു എന്നതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ, എന്തായിരിക്കും അവരുടെ ഉള്ളിലെ മനസ്സിലെ ഒരു ധാരണ എന്നെനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. കാരണം അവിടെ ആ ചിത്രത്തിൽ ഞാൻ കാണുന്ന, അതുകൊണ്ട് ഏറ്റവും അധികം ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചത്, ഇന്ന് ആ പത്രത്തിൽ വന്ന ചിത്രങ്ങളിൽ ഒരു ചിത്രമുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഒന്ന് നോക്കി കണ്ണെടുത്ത് പോയ ചിത്രമാണ്. പക്ഷേ എനിക്ക് ആ ചിത്രം അങ്ങനെ നോക്കി കണ്ണെടുത്ത് പോകാൻ കഴിഞ്ഞില്ല. കുറേ നേരം ആ ചിത്രം നോക്കിയിരുന്നു. ഒരു സ്കൂൾ വിദ്യാർത്ഥിനി, ഒരു ബാലിക ആട്ടോറിക്ഷയിൽ സ്കൂളിൽ നിന്ന് വരുന്നതാണ്, അല്ല സ്കൂളിൽ നിന്ന് പോകുന്നതാണോ എന്താണെന്ന് എന്നെ തടിക്കുറിപ്പില്ല. എന്തായാലും സ്കൂളിൽ നിന്ന് വരുന്നതായിരിക്കാനുള്ള സാധ്യത. എന്തായാലും ആ സമയത്ത് ഈ കുട്ടി അവിടെ ഈ റോഡിലുണ്ടായ ഈ ഗതാഗത കുരുക്കും, അവിടെ സഖാക്കൾ കൊടിനാട്ടിയിരിക്കുന്നതും സഖാക്കളുടെ വിപ്ലവഗാനങ്ങൾ കേൾക്കുന്നതും, ആ സ്റ്റേജിൽ ഇങ്ങനെ റോഡ് തടസ്സപ്പെടുത്തി റോഡ് നിറച്ച് കയ്യേറിക്കൊണ്ട് സ്റ്റേജ് കെട്ടിയിരിക്കുന്നതും, ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സംഭവങ്ങൾ ആ ഇളം തലമുറ ബാലിക നോക്കിക്കാണുകയാണ്, വീക്ഷിക്കുകയാണ്. ഇത് വീക്ഷിക്കുന്ന ഈ കുട്ടിക്ക് മണിക്കൂറുകളോളം ഈ ആട്ടോറിക്ഷയിൽ ഇരുന്ന് മുഷിയേണ്ടി വന്ന ഈ കുട്ടിക്ക്, ഞാൻ ആ പടം വീണ്ടും നോക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നതോടൊപ്പം, അവൾ ആ കൈ ഇങ്ങനെ വച്ചിട്ട് ഈ തരത്തിൽ ഒരു നോട്ടമുണ്ട്. ആ നോട്ടം കണ്ണിൽ ഓരോന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം വരും തലമുറ എത്രമാത്രം ദുരിതമനുഭവിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഇവിടെ കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ധാർഷ്ട്യത്തിന് വിധേയമായി എന്തുമാത്രം ദുരിതം അനുഭവിക്കുന്നു എന്നതിൻ്റെ ഒരു നേർചിത്രമാണ് ഈ കുട്ടിയുടെ ചിത്രം. കുട്ടി ആട്ടോറിക്ഷയിലിരിക്കുന്ന ആ ചിത്രമെടുത്ത ഫോട്ടോഗ്രാഫറുടെ പേര് ഒന്നും ഇതിനകത്തില്ല, അല്ലെങ്കിൽ ഞാൻ ആ ഫോട്ടോഗ്രാഫറുടെ പേര് പറയാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളാണ് അവിടുത്തെ ഫോട്ടോഗ്രാഫർമാരെല്ലാം. എന്തായാലും ഇനി ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കൂ. ഒന്നുകിൽ ഈ നാട്ടിൽ ജീവിക്കാൻ തീരുമാനിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് പഠിച്ച് മിടുക്കിയായി വലിയ നല്ല പഠിത്തമൊക്കെ ഇട്ടിട്ട് വിദേശത്തേക്ക് ഞാനും പോകണം. ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വിദേശത്ത് പോകുന്ന പോലെ പോകണം. അപ്പോൾ ഈ കർണകഠോരമായ ഈ മ്യൂസിക്, ഈ പാട്ട് കേൾക്കണ്ട, ഈ വലിയ വിപ്ലവഗാനങ്ങൾ കേൾക്കണ്ട, റോഡിൽ ഇങ്ങനെ മണിക്കൂറോളം പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് നിൽക്കണ്ട, അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന് നിൽക്കണ്ട, അവിടെ എല്ലാ സൗകര്യങ്ങളും കിട്ടും എന്ന് ഈ കുട്ടി മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകാം എന്ന് ഞാൻ കണക്കുകൂട്ടുന്നു. എന്തായാലും ഇതൊരു വല്ലാത്ത ഒരു പാഠമാകണം കേരളത്തിലെ ജനങ്ങൾക്ക്. ഇത് പഠിക്കാൻ എന്തുകൊണ്ട് CPMന് കഴിയുന്നില്ല? കാരണം ഈ റോഡിൽ പൊതുനിരത്തിൽ പൊതുയോഗങ്ങൾ പാടില്ല എന്ന് നമ്മുടെ ഹൈക്കോടതി വിധിച്ചതാണ്. ഹൈക്കോടതി വിധി ഉള്ളതാണ്. ആ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ വിധി ഹൈക്കോടതി റദ്ദ് ചെയ്തിട്ടൊന്നുമില്ല, വിധിച്ചതാണ്. ആ വിധി വിധിച്ചതിന് ശേഷം അപ്പോൾ തന്നെ CPM നേതാവ് MV ജയരാജൻ ശുംഭന്മാർ കുറേ പെണ്ണം കണ്ണാടി പെട്ടിക്കകത്തിരുന്ന് കോടതിക്കകത്തിരുന്ന് കുറേ വിധികൾ പുറപ്പെടുവിക്കും, അനുസരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കുറേ ശുംഭന്മാർ വന്നിരിക്കുന്നു കോടതി ജഡ്ജിമാരായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രയോഗം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ജയരാജനെതിരെ കോടതി അലക്ഷ്യ കേസെടുത്തതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ജയരാജൻ ശിക്ഷയ്ക്ക് വിധേയമാവുകയും ജയിലിൽ പോയി കിടന്നതും
കോർട്ടലക്ഷ്യം നടത്തിയതിൻ്റെ പേരിൽ ജഡ്ജിമാരെ ശുംഭൻ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ് ഒരു വലിയ രാഷ്ട്രീയ നേതാവ്. എന്നിട്ട് പോലും പഠിക്കുന്നില്ല ഈ CPM എന്നതാണ്. ഈ തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു പ്രധാനം എന്ന് പറഞ്ഞത് തലസ്ഥാന നഗരിയാണ്, സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് മൂക്കിന് അടുത്താണ്. മാത്രമല്ല തിരുവനന്തപുരത്തെ ഒരു കോടതി സമുച്ചയം നിൽക്കുന്ന സ്ഥലമാണ് വഞ്ചിയൂർ. ഈ കോടതി സമുച്ചയത്തിന് മുന്നിലാണ്, തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷനുണ്ട്. ആ പോലീസ് സ്റ്റേഷനും കോടതിക്കും മുന്നിലാണ് ഇത്തരത്തിലൊരു സ്റ്റേജ് കെട്ടി റോഡ് അടച്ചത്. എന്തൊരു ധാർഷ്ട്യമാണ്! ഈ ഭരണമുള്ളപ്പോൾ ഞങ്ങൾക്ക് എന്തും ചെയ്യാം, കോടതിയെ ഞങ്ങൾക്ക് വിലമതിക്കേണ്ടതില്ല, പോലീസിന് വിലമതിക്കേണ്ട കാര്യമില്ല, പോലീസ് ഞങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ കോടതിയെങ്കിലും മാനിക്കേണ്ട, കോടതിയുടെ മുന്നിൽ ഇങ്ങനെ ഈ നിയമം ലംഘിച്ച് കോടതി തന്നെ പ്രഖ്യാപിച്ച വിധി നിലനിൽക്കുമ്പോൾ ആ നിയമം ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടാൻ അല്പമെങ്കിലും ഒരു ധൈര്യം ഒരു രാഷ്ട്രീയ പാർട്ടി സാധാരണ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അതിനെതിരെ സംസാരിച്ച് ശിക്ഷ അനുഭവിക്കേണ്ടുന്ന ഒരു പാർട്ടിയാണ്. നേതാവ് ശിക്ഷ അനുഭവിച്ച് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് 2015 സുപ്രീം കോടതി ജയരാജൻ്റെ ഈ ശിക്ഷ ഹൈക്കോടതിയുടെ ശിക്ഷ ആ വിധിയെ ശരിവെച്ചത്. 2011 നവംബറിൽ ആണ് ഈ ഹൈക്കോടതി ഈ ജയരാജനെതിരെ വിധി പ്രഖ്യാപിച്ചത്. അതിന് ആധാരമായത് എന്ന് പറഞ്ഞാൽ 23/6/2010 ജൂൺ 23 ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു. കോർട്ടലക്ഷ്യ ആ ഹൈക്കോടതിയുടെ വിധി കോർട്ടലക്ഷ്യ കേസിൽ ശിക്ഷിച്ച CPM നേതാവ് MV ജയരാജൻ ഹൈക്കോടതിയിൽ കീഴടങ്ങണം എന്നത് സുപ്രീം കോടതി തീരുമാനിച്ചു. ഹൈക്കോടതി കീഴടങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തി. പക്ഷേ നമുക്കറിയാം, അതല്ല ഞാൻ ഈ കഥകൾ പറയുന്നതാണ്, ഹൈക്കോടതിയിൽ കീഴടങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ. പക്ഷേ അന്ന് ഹൈക്കോടതി തന്നെ കൃത്യമായിട്ടും ഉടനെ തന്നെ പിടിച്ച് ജയിലിലിടാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഓഫീസർക്ക് ഉത്തരവ് കൊടുത്തതും നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി രജിസ്ട്രാർക്ക് തന്നെ മുമ്പാകെയാണ് ജയരാജൻ പിന്നീട് നിവർത്തിയില്ലാതെ, സുപ്രീം കോടതി പോലും കൈയൊഴിഞ്ഞപ്പോൾ നിവർത്തിയില്ലാതെ കീഴടങ്ങേണ്ടി വന്നു. 6 മാസത്തെ തടവും 2000 രൂപയുമാണ് അന്ന് പിഴ ഹൈക്കോടതി വിധിച്ചിരുന്നത്. അത് സുപ്രീം കോടതി അംഗീകരിക്കാനുണ്ടായത്. ഇത് 4 ആഴ്ചയ്ക്കായി സുപ്രീം കോടതി പിന്നെ ഒന്ന് ചുരുക്കി കൊടുത്തു. അതായത് 6 മാസം എന്നുള്ളത് 4 ആഴ്ചയായി ചുരുക്കി കൊടുത്തു. 2011 നവംബറിൽ വിധി പ്രസ്താവിച്ച ഉടനെ ഹൈക്കോടതി ജയരാജനെ കസ്റ്റഡിയിലെടുക്കാൻ സെക്യൂരിറ്റി ഓഫീസറോട് ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കോടതിയോട് അപ്പീൽ നൽകാൻ പോകുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ പിടിച്ച് ജയിലിലിടരുതെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ട്, അത് നിങ്ങൾ അപ്പീൽ പോകുന്നതല്ല, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സൗകര്യം, പക്ഷേ വിധി അനുസരിച്ച് ജയിലിൽ കിടന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പിടിച്ച് ജയിലിലിടുകയും 6 ദിവസം ജയരാജൻ ഹൈക്കോടതി വിധിയെ തുടർന്ന് ജയിലിൽ കിടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അപ്പീൽ പോയത്. അപ്പീൽ പരിഗണിച്ചതോടുകൂടി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയും അങ്ങനെ പുറത്തു വരികയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. അതിനാൽ ജയിലിൽ കിടന്ന ഒരാഴ്ച, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു 6 ദിവസം 7 ദിവസം ജയിലിൽ കിടന്നല്ലോ, അതുകൊണ്ട് 4 ആഴ്ച എന്നുള്ളത് ആ ദിവസങ്ങൾ കുറച്ച് തരണമെന്ന് പിന്നെ സുപ്രീം കോടതിയിൽ ചെന്ന് താഴ്മയായി പറഞ്ഞു. അങ്ങനെ സുപ്രീം കോടതി ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, 6 എങ്കിൽ 6, 7 എങ്കിൽ 7 എങ്കിൽ ഇതാ ഇളവ് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് 6 മാസത്തെ 4 ആഴ്ചത്തെ ഇളവ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഇളവ് വേണം ബഹുമാന്യ കോടതി എന്ന് പറഞ്ഞ് ജയരാജൻ താഴ്മയായി അപേക്ഷിച്ചു കോടതിയോട്. ശുംഭൻ എന്ന് വിളിച്ച കോടതിയോടാണ് ഇതെല്ലാം അപേക്ഷിക്കുന്നത്, ഒന്ന് ആലോചിക്കുക. എന്നിട്ട് കോടതി വീണ്ടും ശരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് 21 ദിവസം കൂടി ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞ് ജയരാജനെ കോടതി അലക്ഷ്യ കേസിൽ ആധാരമായി അങ്ങനെ 21 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന നേതാവാണ് ഈ CPMന്റെ ഇപ്പോഴത്തെ കണ്ണൂരിലെ പ്രമുഖനായ നേതാവ്, അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ്. എന്തായാലും സ്വമേധയാണ് അന്ന് ഹൈക്കോടതി ജയരാജനെതിരെ കേസെടുത്തത്. കാരണം ശുംഭൻ എന്ന് വിളിക്കുകയും പിന്നെ അതിനെ അംഗീകരിക്കുകയും അതിനെ ആവർത്തിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ ശുംഭൻ എന്ന് വിളിച്ചിട്ടില്ല, ഞാനത് സ്വയം പ്രകാശിക്കുന്നവനെന്നാണ് ശുംഭൻ്റെ അർത്ഥമെന്നൊക്കെ വ്യാഖ്യാനിച്ചു അദ്ദേഹം രംഗത്ത് വന്നു. പക്ഷേ അതൊന്ന് കോടതി ചെവിക്കൊണ്ടില്ല. 21 ദിവസം സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് കിടക്കേണ്ടി വന്നത് ഒരു ചരിത്രം. ആ ചരിത്രം ഞാൻ ഈ സമയത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഗോവിന്ദൻ ഈ റോഡിൽ കെട്ടിയ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് കുറേ ഗീർവാണങ്ങൾ പ്രഖ്യാപിച്ചത്, പറഞ്ഞത്. ഗോവിന്ദനെതിരെ കൃത്യമായും കോർട്ടലക്ഷ്യ കേസ് ആ ഗോവിന്ദനെ
അതിനെതിരെയും ആ സ്റ്റേജിലിരുന്ന് പ്രസംഗിച്ച എല്ലാ CPM നേതാക്കൾക്കെതിരെയും കോട്ടലക്ഷ്യത്തിൽ കേസെടുക്കേണ്ടതാണ്. അങ്ങനെ കേസെടുക്കാൻ പോലീസിന് ധൈര്യമില്ല. പിന്നീട് വാർത്തകളും അതുപോലെ മാധ്യമങ്ങളിലുമൊക്കെ വലിയ വാർത്തകൾ വന്നപ്പോൾ അവിടെ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. പക്ഷേ ആ കേസെടുത്താലും ഇവരെ പിന്നെ മൊഴിയെടുക്കുകയോ അവരെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യില്ല. കാരണം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെയാണ്, അതുപോലെ ജില്ലാ നേതാക്കന്മാരാണ്. ഇവരെല്ലാം അറസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കോട്ടലക്ഷ്യം കാരണം കോടതി വിധി ഇവിടെ കിടക്കുകയാണ്. ആ കോടതി വിധിയെ ലംഘിച്ചതിന് ശിക്ഷയും കൂടെ അനുഭവിച്ചതാണ്. എന്നിട്ട് പോലും പഠിക്കാത്ത CPM ഇനി എന്ന് പഠിക്കും? ജനങ്ങൾ മൊത്തം ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പാർട്ടിയെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ ഇത് പറയുമ്പോൾ അവസാനം ഒരു കാര്യം കൂടെ പറയാം. എനിക്കൊരു കഥാപാത്രത്തെയാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച ഒരു കഥാപാത്രം, സിനിമ പേരെനിക്കിപ്പോൾ ഓർമ്മയില്ല. എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നെ ജയിലിലിടൂ, എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നെ ജയിലിലിടൂ എന്ന് പറഞ്ഞിട്ട് എവിടെയും ചെന്ന് നിയമലംഘനം നടത്തുന്നു. റോഡിൽ പായ വിരിച്ച് കിടക്കുന്നു, ട്രാഫിക് പ്രശ്നം ഉണ്ടാക്കുന്നു, പോലീസുകാരനോട് തട്ടിക്കയറുന്നു. ഇങ്ങനെ ഏത് വിധേന ഇയാൾക്ക് ഈ നിയമം ലംഘിക്കണം, നിയമം ലംഘിച്ചിട്ട് തനിക്ക് ജയിലിൽ കിടക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അറിയാമല്ലോ നിലവിളി ശബ്ദമിടൂ എന്ന് പറഞ്ഞിട്ട് ഉള്ള, നമ്മൾ തമാശയായിട്ട് പറയാൻ പോലും അങ്ങനെയൊക്കെ ഉള്ള ഒരു രംഗങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ആ ജഗദീഷ് ശ്രീകുമാറിനെ ആണ് എനിക്കിപ്പോൾ CPM ആയിട്ട് എനിക്ക് കാണാൻ തോന്നുന്നത്. എന്ത് വന്നാലും പഠിക്കാത്ത, എത്രയൊക്കെ പോലീസ് ഒഴിഞ്ഞൊഴിഞ്ഞു പോയിട്ടും കോടതി വിധി ഉണ്ടായിട്ടും നിയമം ലംഘിക്കാൻ ഇത്രയധികം ത്വര കാണിക്കുന്ന ഒരു പാർട്ടി, അവരുടെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ജീർണതയുടെ ആണോ അതോ അവർ എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു. എന്തായാലും ജഗദീഷ് ശ്രീകുമാർ ആകുന്നു ഇപ്പോൾ CPM.